നിലവിലുള്ള മുസ്ലിം സംഘടനകളിൽ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കലുകളോ ഒഴിവാക്കലുകളോ ആരെങ്കിലും വരുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ. എല്ലാ കൂട്ടിച്ചേർക്കലുകളും പിന്നെ ഭേദഗതി വരുത്തലൊക്കെ ധാരാളം നമ്മളെ കൺമുമ്പിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള മതപ്പാർട്ടികൾ ഇസ്ലാമിലേക്ക് ചേക്കേറിയപ്പോൾ അവരുണ്ടാക്കിയ പുതിയ കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ. അതിൽപ്പെട്ടതാണല്ലോ നുക്കുബ, ഹൽക്ക, ഫർക്ക, നുമായിന്ദഗാൻ, ജോഡ്, ഗസ്റ്റ്, പിന്നെന്താണ് ചില്ല, തസ്കീൽ, തഹ്ലീൽ, ഇതൊക്കെ ഇത് ഏത് ആയത്തിലാണ് ഉള്ളത്? ഇത് ഏത് ഹദീസിലാണ് ഉള്ളത്? ആർക്കാണ് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയുക? ഇങ്ങനെയും കൂടി ഇസ്ലാമിലാകാവുന്നതാണെന്ന് ഖുർആനിലുണ്ട്. ഖുർആനിലില്ലാത്ത, ഹദീസിലില്ലാത്ത എന്തെങ്കിലും ഒന്ന് ഉരിയാടുവാൻ നമ്മളിൽപ്പെട്ട ആർക്കെങ്കിലും എപ്പോഴെങ്കിലും അധികാരം ഉണ്ടാവുമോ? അന്നേരം ഇസ്ലാം പൊളിഞ്ഞു പോകില്ലേ? ഇസ്ലാം കോമ്പാക്റ്റാണല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി തന്നിട്ട് ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ പറഞ്ഞു, എൻ്റെ കൂട്ടരെ ഞാൻ മതിയാക്കിയിട്ട് പിരിഞ്ഞു പോവുകയാണ്. ഞാൻ 2 കാര്യം നിങ്ങളിൽ വിട്ടേച്ച് പോകുന്നു. ഒന്ന് കിതാബുല്ലാഹി വസുന്നത്ത് റസൂൽ. ആ 2 കാര്യം മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല. മൂന്നാമത്തെ ഒരു കാര്യത്തെക്കുറിച്ച് നബി പരാമർശിച്ചിട്ടില്ലല്ലോ. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായിക്കൂടാത്തതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളത്ത് പോയി. എൻ്റെ ഓഫീസിൽ പോയി കയറി ഇരുന്ന ഉടനെ എൻ്റെ ഓഫീസ് ഭാരവാഹികളിൽപ്പെട്ട ഒരാൾ കയറി വന്നു. എന്താ കാര്യം? അതെ, എനിക്ക് ഒരു 10 ദിവസത്തെ ലീവ് വേണം. എന്താ ഇപ്പോൾ പെട്ടെന്ന്? മകനും കുടുംബവും ഉംറക്ക് പോകുന്നുണ്ട്, ഞങ്ങൾ 2 കൂടെ കൊണ്ടുപോകാമെന്നുള്ളൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്. ഒരു 10 ദിവസത്തെ ലീവ് എനിക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ അവരോടൊപ്പം ഉംറക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അൽഹംദുലില്ലാ, വളരെ നല്ല കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്. ഉംറ അള്ളാഹുവിൻ്റെ റസൂല് പ്രേരിപ്പിച്ച ഒരു അമലല്ലേ? അത് തീർച്ചയായിട്ടും പോകേണ്ടതാണല്ലോ. ഒരുപാട് പുണ്യം നേടാൻ സാധ്യതയുള്ള, അതിനുള്ള വഴിയുള്ള ഒരമലല്ലേ ഉംറ. തീർച്ചയായിട്ടും നിങ്ങൾ ലീവ് എടുത്തോളൂ. ഇവിടുത്തെ കാര്യം ഞാൻ വേണ്ട പകരം സംവിധാനം കണ്ടെത്തിക്കോളൂ എന്ന് പറഞ്ഞു. സ്വല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള 2ാമത്തെ ആൾ കയറി വന്നു. അദ്ദേഹം ഇത് തന്നെയാണ് ആവശ്യപ്പെട്ടത്. എനിക്കൊരു 8 ദിവസത്തെ ലീവ് വേണം. നിങ്ങൾ 2 ഒന്നിച്ച് ലീവ് എടുക്കുന്നപ്പോൾ ഓഫീസ് പൂട്ടേണ്ടത് വരുമല്ലോ. അല്ലാതെ എൻ്റെ പാർട്ടിയുടെ ഒരു സമ്മേളനമുണ്ട് ഹൈദരാബാദിൽ, എനിക്കതിന് പോകണം. നാളെ രാത്രിയാണ് ട്രെയിൻ. പോകാണ്ടിരിക്കാൻ പറ്റില്ല. ശറയ്യായ ഉദുറില്ലെങ്കിൽ പോകാണ്ടിരിക്കാൻ പാടില്ല എന്നാണ് ഹുക്കുമത്ത്. എനിക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഹൈദരാബാദിൽ പോയിട്ട് എന്ത് നേടാനാണ്? ആര് പറഞ്ഞ് നിങ്ങളോട് ഹൈദരാബാദിൽ പോയ ഇസ്ലാമിൻ്റെ കാര്യത്തിന് വേണ്ടി? അങ്ങനെ ഒന്ന് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ ഹൈദരാബാദിൽ പോകുന്നതോ? അല്ലെങ്കിൽ അതുപോലെ മറ്റൊരിടത്ത് പോകുന്ന കാര്യമുണ്ടോ? ഇതൊക്കെ എനിക്ക് പറയാൻ തോന്നിയെങ്കിലും ഞാൻ പെട്ടെന്ന് മൗനം പാലിച്ചു. എന്നിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തേട്ടി വന്നത്, ഒരു 20 കൊല്ലം മുമ്പ് ഞാൻ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ട്രെയിനിൽ പോകാൻ വേണ്ടി കോഴിക്കോട് പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കൂടി വന്നു. അപ്പോൾ അതിൽ കയറി പോയാൽ ഷൊർണൂരിൽ ഇറങ്ങിയിട്ട് ട്രെയിൻ മാറി കയറിയാൽ എനിക്ക് എറണാകുളത്ത് എത്താം. അപ്പോൾ വണ്ടിയിൽ നല്ല തിരക്കായത് കൊണ്ട് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മരുമകനും മുമ്പോട്ട് നടന്ന് എൻജിൻ്റെ തൊട്ട പുറകിലുള്ള ഒരു പാർസൽ വാനിൻ്റെ അടുത്തെത്തി. അവിടെ അറ്റത്ത് ഒരു ബേ, ഇങ്ങനെ പാസഞ്ചേഴ്സ് ഇരിക്കാവുന്നൊരു ബേ ഞാൻ കണ്ടെത്തി. അപ്പോൾ അവിടെ 2 ബർത്തും 2 സൈഡ് സീറ്റും ഉണ്ട്. ഞങ്ങൾ തുറന്നിട്ട് അതിൻ്റെ അകത്ത് കയറിയപ്പോൾ
അവിടെ അതിലൊരു ഫാമിലി ഇരിക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവർ വളരെ ഭവ്യമായിട്ട് എഴുന്നേറ്റ് മാറി തങ്ങൾ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ബർത്ത് കാണിച്ചത്. അവരൊരു ഉമ്മയും 2 മക്കളും മക്കളെ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികളും 2 ആൺകുട്ടികളെ ഭാര്യമാരും 3-4 കുട്ടികളും കൂടി അടങ്ങുന്ന ഒരു ഫാമിലിയാണ്. മാറി തന്നപ്പോൾ ഞാനവിടെ ഇരുന്നു. മരുമകൻ എൻ്റെ സൈഡിൽ ചേർന്നിട്ട് എൻ്റെ അടുത്ത് നിന്നു. വണ്ടി വിട്ടു. വണ്ടി ഏതാനും ദൂരം എത്തിയപ്പോൾ അവർ ഒരു പാത്രം ചോറ് കൊണ്ടാണ് മുമ്പിൽ വെച്ചു. ഒരു സൂട്ട് കേസ് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചോറ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ കുറച്ച് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിപ്പം ഭക്ഷണം കഴിക്കുന്ന സമയമല്ല ഇത്. ഞാൻ ഇൻഷാ അല്ലാഹ് ഷൊർണൂരിലെത്തിയാൽ അവിടെ ഇറങ്ങി നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് മറ്റേ വണ്ടി കയറിക്കോളും, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉമ്മ അവരോട് ശാസിച്ചു, ഓറെ നിർബന്ധിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരങ്ങോട്ട് മാറി നിന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഒരു ബർത്ത് ഒഴിഞ്ഞു തന്നിരിക്കുന്നു കിടക്കാൻ വേണ്ടിയിട്ട്. ഞാനവിടെ ഇരുന്നിടന്ന് അവരോട് ചോദിച്ചു, നിങ്ങളൊക്കെ എങ്ങോട്ടാണ് യാത്ര പോകുന്നത്? ഞങ്ങൾ ഏർവാടിക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി, സുബ്ഹാനല്ലാഹ്, ഏർവാടിയോ? അപ്പോൾ ഞാൻ എൻ്റെ മരുമകനോട് വേണം, ഇത് കടുത്ത ശിർക്കാണല്ലോ ഇവർ പോകുന്നത്, ഇത് എന്ത് വിരാന്താണ് ഇവർ കാണിക്കുന്നത്? ആദ്യമൊക്കെ ഇപ്പോൾ ഒന്നും പറയണ്ട, അവർ നിങ്ങളൊരു തങ്ങളെപ്പോലെ കണക്കാക്കില്ല. അതുകൊണ്ട് ഈ കിട്ടിയ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ട് സുന്ദരമായിട്ട് ഈ ബർത്തിൽ കിടന്നോ, ഞാൻ ഈ സൈഡിൽ ഇരുന്നോളാം, ഒന്നും പറയുകയൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അപ്പോൾ ഏർവാടിക്ക് അങ്ങ് ഈ വണ്ടിയിൽ പോകുന്നത്, അത് ഞങ്ങൾ പാലക്കാട് ഇറങ്ങിയിട്ട് അവിടെ പ്ലാറ്റ്ഫോമിൽ കുത്തിരിക്കും, എന്നിട്ട് വൈകിട്ട് ഏർവാടിക്കുള്ള വണ്ടി വരുമ്പോൾ അതിൽ കയറി പോകുമെന്നൊക്കെ പറഞ്ഞു അങ്ങ് പോയി. അതേപോലെ തന്നെ വേറൊരു സംഭവം എൻ്റെ ഇതിനോടനുബന്ധിച്ച് എൻ്റെ മനസ്സിലുണ്ടായത്, ഞാൻ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് പോവുക ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ. നല്ല തിരക്കുണ്ടായിരുന്നു. വടകര എത്തിയപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ നേരെ എതിർ സീറ്റിൽ ഒരു ചെറുപ്പക്കാരൻ, നല്ല യുവഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ മുമ്പിലിരുന്നു. കുറച്ച് നേരം എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഞെട്ടി, ഇവനാരാണ്, എന്താണ്? ഞാൻ പറഞ്ഞു, ഹജ്ജ് ചെയ്തിട്ടുണ്ടല്ലോ. ഹജ്ജ് ചെയ്തിട്ടുണ്ടല്ലേ? നിസ്കാരമുണ്ട്, നോമ്പുമുണ്ട്, ഹജ്ജും ചെയ്തിട്ടുണ്ട്. ആയിരിക്കാം നിങ്ങളെ ഷെയ്ഖ് ആരാന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, ഷെയ്ഖോ? അതെ, ഒരു ഷെയ്ഖ് വേണമല്ലോ, അതാരാ നിങ്ങളെ ഷെയ്ഖ്? ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ ഷെയ്ഖൊന്നുമില്ല, ഞാൻ ഇതുവരെ ഒരു ഷെയ്ഖിനെ ബന്ധപ്പെട്ടിട്ടുമില്ല. അല്ല, ഒരു ഷെയ്ഖില്ലാതെ എങ്ങനെ ആയിരിക്കാം നാളെ മഹ്ശറിലെത്തിയാൽ നിങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു തമാശ തോന്നുന്നത്, ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ ഷെയ്ഖിൻ്റെ അകത്ത് ബീവിയാണ്, അത് മതിയാകുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അധിക ഞാൻ തമാശ പറഞ്ഞതല്ല, കാര്യത്തിൽ പറഞ്ഞതാണ്. നമുക്കൊരു ഷെയ്ഖ് വേണ്ടേ നാളെ മഹ്ശറിലെത്തുമ്പോൾ? അതില്ലാണ്ട് എങ്ങനെയാണ്? അപ്പോഴത്തേക്കും വണ്ടി മാഹിയിലെത്തി. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അധിക ഞാനിവിടെ ഇറങ്ങുകയാണ്, എനിക്ക് ഇവിടെ നിന്നാണ് ബസ് കിട്ടുക. അപ്പോൾ അവൻ കതിരൂറോ പാനൂറോ മറ്റോ പോകാൻ വേണ്ടിയാണ് വണ്ടി കയറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം ആയിക്ക തമാശയാക്കരുത്, കാര്യമായിട്ട് എടുക്കണം. അതും എൻ്റെ മനോഗുരത്തിൽ ഇപ്പോൾ ഈ ഹൈദരാബാദ് കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അല്ല, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മരുമകൻ എന്നെ ചാദിച്ചു. ആദ്യമൊക്കെ ഒന്നും പറയണ്ട, അവർ നിങ്ങളൊരു തങ്ങളെപ്പോലെയാണ് കണ്ടിരിക്കുന്നത്, സുന്ദരമായിട്ട് ഇവിടെ കിടന്നോ. കാരണം നിങ്ങളെങ്ങാനും മറച്ച് പറഞ്ഞാൽ, എടാ ഇത് കടുത്ത വഹാബിയാണെന്ന് പറഞ്ഞിട്ട് 2 ചെറുപ്പക്കാരും കൂടി നിങ്ങളെ പൊക്കയിൽ കടലണ്ടി പുഴയിലിടും, അതിനിടയാക്കണ്ട, അനങ്ങോണ്ട് കിടന്നോ. ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഷൊർണൂരിലെത്തിയപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആ സംഭവം രണ്ടും എൻ്റെ മനസ്സിൽ വന്നു. ഞാനിപ്പോൾ ഇദ്ദേഹത്തോട് എന്ത് ഹൈദരാബാദ് എന്തിരിക്കുന്നു, ഹൈദരാബാദ് പോകുന്നതിന് എന്താ ന്യായീകരണമുള്ളതെന്ന് ചോദിച്ചാൽ അകപ്പാടെ അന്തരീക്ഷം വഷളാവും. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഇഷ്യൂ അതാണ്, ഈ ഹൈദരാബാദ് എവിടെ നിന്ന് വന്നു? അള്ളാഹുവിൻ്റെ റസൂല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസികൾക്ക് ജീവിതത്തിൽ 2 ആഘോഷങ്ങളാണ്. ഒന്ന് ഈദുൽ ഫിത്തർ, രണ്ടാമത്തെ ഈദുൽ അദ്ഹ. 3 പള്ളികളിലേക്ക് മാത്രമേ സിയാറത്ത് പോകാൻ പാടുള്ളൂ. 4ാമത്തെ ഒരു പള്ളിയോ ഒരു സ്ഥലമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ആ സ്ഥിതിക്ക് ഹൈദരാബാദിലും അതിൻ്റെ ഏതാനും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എടത്തലയിൽ 10,000 ആളുകൾ പങ്കെടുത്ത ഒരു സമ്മേളനം നടന്നു. 10,000 ആളുകൾ പങ്കെടുത്ത ഒരു സമ്മേളനം. എൻ്റെ പല സുഹൃത്തുക്കൾ എടത്തലയിൽ സമ്മേളനത്തിന് പോയ കഥ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ എടത്തലയും ഹൈദരാബാദും എവിടെ നിന്ന് വന്നു? ഇസ്ലാമിൽ ഇതെവിടെയാണ് ഉള്ളത്? ഖുർആനിൽ എവിടെയുണ്ട്? ഹദീസിൽ എവിടെയുണ്ട്? ഈ പോക്കിന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? നമുക്ക് ഇസ്ലാമിൽ ഖുർആനിലും ഹദീസിലും പറയാത്ത ഒന്നും ചെയ്യേണ്ടെന്ന് ഹജ്ജത്തുൽ വിദായിൽ നബി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് രണ്ടും മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴികേടിലാവില്ല. 3ാമത്തെ വല്ലതും പിടിക്കാൻ നബി പറഞ്ഞോ? അപ്പോൾ നബി പറയാത്ത ഹൈദരാബാദും എടത്തലി എവിടുന്നാണ് വന്നത്? ഇത് തന്നെയാണ് എൻ്റെ വിഷയം. ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും അല്ലാത്തതാണ് ഇസ്ലാം. അപ്പോൾ അത് പാടില്ലാത്തത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. പിന്നെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പലതും നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിൽ നമ്മളായിട്ട് എന്തൊക്കെയോ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ചോദിച്ചല്ലോ കൂട്ടിച്ചേർക്കാൻ, ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ലല്ലോ. നബി പഠിപ്പിച്ച് തന്നിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ വിശ്വാസികൾക്ക് വല്ല അധികാരവും ഉണ്ടാ? അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിലെ പള്ളിയിൽ കൂടിയിരുന്ന ആളുകൾക്ക് ദിക്ർ ദുആ ചൊല്ലാൻ വേണ്ടിയിട്ട് സുബഹി ബാങ്കിൻ്റെ മുമ്പ് ഇരുന്ന ആളുകളെ പിടിച്ച് പുറത്താക്കിയിട്ട് പള്ളി പൊളിച്ച് കളയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ആരാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആരായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്? പണ്ഡിത വർഗം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നൽകിയ നിർവചനം എന്താണ്? അത് നിലനിൽക്കെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അവർ ചെയ്ത തെറ്റ്? പള്ളിയിൽ ഇരുന്നിട്ട് ദിക്ർ ദുആകൾ ചൊല്ലി, അതുകൊണ്ട് എന്താ തെറ്റ്? പക്ഷേ അങ്ങനെ ഒരു ദിക്ർ ദുആ ചൊല്ലുന്ന ഒരു സുന്നത്ത് ഇസ്ലാമിലില്ല, നബി പഠിപ്പിച്ചിട്ടില്ല. നബി പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട്, നബി കാണിച്ചു തന്നിട്ടില്ലാത്തതുകൊണ്ട് അത് പാടില്ല. അങ്ങനെ വരുമ്പോൾ അത് മുസ്ലിം സമൂഹം ഉമ്മത്ത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹൈദരാബാദും ഇടത്തലയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു ന്യായീകരണമില്ല. അങ്ങനെ ഒരു ന്യായീകരണം ഉണ്ടെന്ന് കിതാബൊന്നും ഓതിയിട്ടില്ല. ഞാനിതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ കിതാബ് ഓതിയിട്ടില്ല കേട്ടോ. എനിക്ക് ഇസ്ലാമികമായിട്ട് നേരത്തെ ചോദിച്ചല്ലേ ഇസ്ലാമിന് എന്താകുന്നു ഇസ്ലാം എന്നല്ല, ആധികാരികമായിട്ട് പറയാനുള്ള അർഹത എനിക്കില്ല. പക്ഷേ ഒരു പോയിന്റിൽ ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം വായിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അതാണ് എനിക്ക് വായിക്കാൻ അറിയില്ല. അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ തുടർച്ച. കാരണം അവിടത്തോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വാസികൾ ഉമ്മത്ത് മുസ്ലിമാണ്, അവർക്കും കിതാബ് അറിയില്ലായിരുന്നു. പക്ഷെ അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നു. അവർക്കുണ്ടായിരുന്ന ഈമാൻ തീർച്ചയായിട്ടും നമുക്കാർക്കും ഇല്ലല്ലോ. ആർക്കൊക്കെ അവകാശപ്പെടാൻ പറ്റുമോ? അന്നത്തെ സഹാബികൾക്കുണ്ടായിരുന്ന ഈമാൻ ഇന്ന് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഇന്ന ആൾക്കുണ്ട് അവകാശപ്പെടാൻ കഴിയില്ല. തീർച്ചയായിട്ടും കഴിയില്ല. അതൊരു വസ്തുതയാണ്. അതേസമയത്ത് ബദർ യുദ്ധം സംഭവിച്ചു. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കുറച്ച് മുശ്രിക്കുകളെ മുസ്ലിങ്ങൾ ബന്ദികളായിട്ട് പിടിച്ചു. ആ ബന്ദികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കണ്ടീഷൻ വെച്ചു. ഒരാൾ 10 മുസ്ലിങ്ങൾക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ ഫ്രീ ആക്കുമെന്ന് പറഞ്ഞു, റിഹാ ചെയ്യാതെ. അപ്പോഴാണ് എന്നെപ്പോലത്തെ ആളുകൾ മനസ്സിലാക്കുന്നത്, അപ്പോൾ ഇവർക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ലായിരുന്നോ? പിന്നെ ഇവരെവിടുന്ന് ഇത്ര വലിയ ഇസ്ലാമിസ്റ്റുകളായത്? ആ സഹാബത്തിനെ പോലെയുള്ള ഇസ്ലാമിസ്റ്റുകൾ പിന്നെ ഉണ്ടായിട്ടുണ്ടോ സഹോദര?
പിന്നെ ഈ ഇത്രയും 14 നൂറ്റാണ്ടിൻ്റെ ഇടയിൽ അങ്ങനത്തെ സഹാബത്തിനെ പോലെയുള്ള ഇസ്ലാം മതവിശ്വാസികൾ വേറെ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പക്ഷെ അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. പക്ഷെ അവർക്ക് അവരോടൊപ്പം ഇസ്ലാം ഉണ്ടായിരുന്നു, കടുത്ത ഈമാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറയുന്നത്. അങ്ങനെ പറയാവുന്നതാണ്, അതിന് കിതാബ് ഓതിക്കൊള്ളണമെന്നില്ല. അൽ ജാമിയയിലും അൽ കുല്ലിയിലും പഠിച്ചിട്ട് പറയാൻ പാടുള്ളൂ എന്നുള്ള ഒന്നും നമ്മൾ കരുതേണ്ടതില്ല. പറയാം, ഇസ്ലാം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അതായത് മുഹമ്മദ് നബിയെ തിരിച്ചറിഞ്ഞ ആൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തും പറയാം. പക്ഷെ മുഹമ്മദ് നബി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കണം. മുഹമ്മദ് നബിയുടെ കൂടെ അല്ലാതെ മുഹമ്മദ് നബിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമല്ലാതെ ഒരു കാര്യവും ഒരു വിശ്വാസിക്ക് ചെയ്യാൻ പറ്റില്ല. വെള്ളം കുടിക്കാനും പോലും പാടില്ല. അതൊക്കെ എങ്ങനെയാണോ നബി കാണിച്ചു തന്നത് അങ്ങനെ.